കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 13-ാം ദിവസം യുദ്ധഭൂമിയിൽ സൂര്യൻ മധ്യത്തിൽ കത്തിക്കൊണ്ടിരുന്ന സമയം. ആ ദിവസം സാധാരണ ദിവസമല്ലായിരുന്നു. ആ ദിവസം ചരിത്രം രക്തത്തിൽ എഴുതപ്പെട്ട ദിവസം. ആ ദിവസം ഒരു യുവാവിന്റെ പേര് അമരമായി മാറിയ ദിവസം, അഭിമന്യു. ആ ദിവസം ദ്രോണാചാര്യൻ കൗരവസേനയെക്കൊണ്ട് ഒരുതരം ഭീകരമായ യുദ്ധവ്യൂഹം സൃഷ്ടിച്ചു, ചക്രവ്യൂഹം. അതൊരു സാധാരണ സൈനിക ക്രമീകരണമല്ല, അതൊരു ജീവിച്ചിരിക്കുന്ന കുടുക്കായിരുന്നു. അതിൽ കയറാൻ പോലും വലിയ ധൈര്യം വേണം. പക്ഷെ അതിൽ നിന്ന് പുറത്തുവരാൻ യഥാർത്ഥ മഹാവീരൻ മാത്രമേ കഴിയൂ. പാണ്ഡവസേനയിൽ ആരും അതിനെ തകർക്കാൻ അറിയില്ലായിരുന്നു, ഒരാളെ ഒഴികെ. അവൻ അഭിമന്യു. അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ കയറാൻ മാർഗമറിയാമായിരുന്നു. അത് അവൻ തന്റെ അച്ഛനായ അർജുനൻ അമ്മയായ സുഭദ്രയ്ക്ക് പറയുമ്പോൾ കേട്ടതാണ്. പക്ഷേ ആ കഥയുടെ അവസാന ഭാഗം കേൾക്കുന്നതിന് മുൻപ് അവൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് പുറത്തു വരാനുള്ള മാർഗം അവൻ അറിയില്ല. എന്നാലും അവൻ പിന്നോട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ അകത്ത് കയറാം, നിങ്ങൾ പിന്നിൽ വരിക. അതൊരു യുവാവിന്റെ ആത്മവിശ്വാസം മാത്രമല്ല, അതൊരു യോദ്ധാവിന്റെ പ്രതിജ്ഞയായിരുന്നു. അഭിമന്യു തന്റെ രഥത്തിൽ കയറി വില്ലും അമ്പും പിടിച്ച് ചക്രവ്യൂഹത്തിലേക്ക് കുതിച്ചു. അവന്റെ പ്രവേശനം തന്നെ ഒരു ഇടിമിന്നലായിരുന്നു. മുന്നിൽ വന്ന സൈന്യങ്ങളെ അവൻ ഒറ്റയ്ക്ക് തകർത്തു. ഓരോ അമ്പും ഒരു കഥ പറഞ്ഞിരുന്നു. ഓരോ ആക്രമണവും ഒരു സൈന്യത്തെ തകർത്തു. വരേണ്ട പാണ്ഡവർ തടയപ്പെട്ടു. ജയദ്രഥൻ അവരെ തടഞ്ഞു. അതോടെ അഭിമന്യു ഒറ്റയ്ക്ക് ചക്രവ്യൂഹത്തിനകത്ത് കുടുങ്ങി. അവിടെ തുടങ്ങി യഥാർത്ഥ യുദ്ധം. അവൻ ഒരാൾ, മറുവശത്ത് ഒരു സൈന്യം. ദുര്യോധനൻ, കർണൻ, അശ്വത്ഥാമൻ, കൃപാചാര്യൻ എല്ലാവരും അവനെതിരെ ഒരുമിച്ചു. എന്നാലും അഭിമന്യു പിന്മാറിയില്ല. അവൻ തന്റെ വില്ലുകൊണ്ട് അനവധി യോദ്ധാക്കളെ വീഴ്ത്തി. രഥങ്ങൾ തകർന്നു വീണു. കുതിരകൾ പേടിച്ചു ഓടി. യുദ്ധഭൂമി മുഴുവൻ അവന്റെ വീര്യം കൊണ്ട് നടുങ്ങി. പക്ഷെ ഒടുവിൽ അന്യായം തുടങ്ങി. കൗരവർ ധർമ്മം മറന്നു. ഒരാൾക്കെതിരെ ഒരാൾ എന്ന യുദ്ധനിയമം അവർ ലംഘിച്ചു. പലരും ഒരുമിച്ച് അഭിമന്യുവിനെ ആക്രമിച്ചു. ആദ്യം അവന്റെ രഥം തകർത്തു. അവൻ നിലത്തിറങ്ങി. പോരാട്ടം തുടർന്നു. വില്ല് തകർത്തു. അവൻ വാളെടുത്തു. വീണ്ടും ആക്രമിച്ചു. വാൾ തകർത്തു. അവൻ ഒരു രഥചക്രമെടുത്തു. അത് ആയുധമാക്കി യുദ്ധം ചെയ്തു. ആ നിമിഷം അവൻ ഒരു മനുഷ്യൻ മാത്രമല്ലായിരുന്നു. അവൻ ഒരു തീപ്പൊരിയായിരുന്നു. അവൻ ഒരു യുദ്ധദേവൻ പോലെ പോരാടി. പക്ഷേ അന്യായത്തിന്റെ ഭാരം വളരെ കൂടുതലായിരുന്നു. പിന്നിൽ നിന്നുള്ള ആക്രമണങ്ങൾ, ആയുധമില്ലാത്ത അവസ്ഥ. പലരും ഒരുമിച്ച് അടിച്ചപ്പോൾ ഒടുവിൽ അഭിമന്യു വീണു. യുദ്ധഭൂമി ഒരു നിമിഷം നിശബ്ദമായി. ഒരു യുവാവിന്റെ ശരീരം നിലത്ത് കിടന്നു. പക്ഷേ അവന്റെ വീര്യം ആകാശത്ത് മുഴങ്ങി. അവൻ തോറ്റോ? ഇല്ല. അവൻ യുദ്ധത്തിൽ വീണു, പക്ഷേ ചരിത്രത്തിൽ ഉയർന്നു. അഭിമന്യു തെളിയിച്ചത് എന്താണ്? ധൈര്യം പ്രായം നോക്കില്ല. നീതിക്കായി നിൽക്കുമ്പോൾ ഒറ്റക്കായാലും പേടിക്കേണ്ടതില്ല.